ഞാൻ നിന്റെ മോതിരത്തിനുള്ളിലുണ്ട്. ഇത് കേട്ടപ്പോൾ അവൻ തന്റെ കയ്യിലെ മോതിരത്തിലേക്ക് നോക്കി. അത് അഗ്നിയാൽ കത്തുന്നുണ്ടായിരുന്നു. ആ മോതിരം അവന്റെ അമ്മ അവസാനമായി നൽകിയ സമ്മാനമായിരുന്നു. ആ മോതിരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവൻ നോക്കിയിരുന്നു. പതുക്കെ പതുക്കെ മോതിരത്തിൽ നിന്നും ഒരു വെള്ള പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അതൊരാത്മാവായിരുന്നു. അതൊടുവിൽ ഒരു വയസ്സായ വ്യക്തിയുടെ രൂപമായി മാറി. തന്റെ കൺമുന്നിൽ നടക്കുന്നതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു ധ്രുവ്. അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ പേടിയോടെ ആ രൂപത്തോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്റെ മോതിരത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ? ധ്രുവ് ഇത് ചോദിച്ചതും ആ രൂപം മുകളിലേക്ക് ഉയർന്ന് ധ്രുവിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. ചിലപ്പോൾ അതവന്റെ മുന്നിലാണെങ്കിൽ മറ്റു സമയത്ത് അതവന്റെ പുറകിലായി വന്നു. അവൻ പേടിയോടെ വീണ്ടും ചോദിച്ചു. വീണ്ടും കുറച്ചുനേരം അത് വായുവിൽ കറങ്ങിയ ശേഷം ധ്രുവിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നോണം. ഞാൻ ആരാണെന്ന് നീ അറിയേണ്ടത് അത്യാവശ്യ കാര്യമല്ല. എന്നാൽ ഞാൻ നിനക്ക് നന്ദി പറയണം. കാരണം കഴിഞ്ഞ 3 വർഷമായി നീ നിന്റെ മോതിരത്തിൽ എനിക്ക് അഭയം നൽകി. ഇന്ന് നീ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും ചെയ്തു. നന്ദി ധ്രുവ്, വളരെയധികം നന്ദി.